ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അനുമോള്, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്ന അനുമോള് കേൾക്കാനൊന്നും പോകുന്നില്ല. അത് വേറെ കാര്യം, ഐ നോ ദാറ്റ്. എന്നാലും ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ജസ്റ്റ് പറയുന്നത് മാത്രം. ആസ് എ പ്രേക്ഷകൻ, അനുമോള് കരയാതിരിക്കൂ, 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 കരയാതിരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. സ്ട്രോങ് ആവൂ, പവറാവൂ, പവർ വരട്ടെ, പവർ 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 വരണ്ടേ. ഇനി അതിൻ്റെ അകത്ത് എത്ര ദിവസം നിൽക്കേണ്ടതാണ്. അപ്പോൾ സ്ട്രോങ് ആവുക എന്നുള്ളത് ഒരു വലിയ ആവശ്യമാണ്. അനുമോൾക്ക് മാത്രമല്ല, എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. അധികം ദിവസമൊന്നും ആയില്ലല്ലോ, കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. സോ സ്ട്രോങ് ആവണം ആക്ച്വലി. ഞാൻ ഒരിക്കലും ഈ കരച്ചിൽ എന്നുള്ള വികാരത്തെ മോശമായിട്ട് കാണുകയോ അല്ലെങ്കിൽ കുറച്ച് കാണുകയോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആരും വിചാരിക്കണ്ട. ഞാൻ ഒരിക്കലും ആ വികാരത്തെ കുറച്ച് കാണൂല. മനുഷ്യന്മാരാണ്, സങ്കടം വരും, കരഞ്ഞു പോവും. ചില ആളുകൾ എങ്ങനെയാണ്, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരഞ്ഞു പോവും. മറ്റു ചില ആളുകളുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും സങ്കടം വരൂല. ഇനിയിപ്പോൾ സങ്കടം വന്നാൽ തന്നെ അത് വേറെ രീതിയിലൊക്കെ അവർ ഡീൽ ചെയ്യും. ഇപ്പം അനുമോളുടെ കേസിൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം അവർ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്, പെട്ടെന്ന് കൊള്ളുന്ന ഒരാളാണ്, എന്തെങ്കിലും പറയുമ്പോൾ കൊള്ളുന്ന ഒരാളാണ്, പെട്ടെന്ന് എന്താ പറയുക, കരച്ചിൽ വരുന്നൊരു ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് ആളുകളെങ്കിലും ചിലപ്പോൾ അത് അവരുടെ ഗെയിമാണ്, അല്ലെങ്കിൽ അവരുടെ അഭിനയമാണ്, നാടകമാണെന്നൊക്കെയുള്ള രീതിയിൽ പറയുമായിരിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും ഒരാളുടെ അസുഖത്തെ അല്ലെങ്കിൽ ഇമോഷൻസിനെ, അത് കരച്ചിലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് ഞാൻ അങ്ങനെ അഭിനയമായിട്ട് കൺസിഡർ ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു മനുഷ്യനാണ്. ഈ അനുമോളുടെ കേസിൽ ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല ആക്ച്വലി. കാരണം അങ്ങനൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പല പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്, പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ് ആക്ച്വലി വരുന്നത്. ഇവരൊക്കെ എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ് പെരുമാറുക, എന്താ പറയുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെയൊക്കെ ടാക്കിൾ ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ അവരെയൊക്കെ ഫേസ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഷോനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങനെ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കും. കപ്പടിക്കുക അടിക്കാതിരിക്കുക വേറെ വിഷയം. പക്ഷെ ഇത് ഇവരെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഇമോഷണലി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം അനുമോളുടെ കേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പം ഒന്ന് രണ്ട് സാഹചര്യത്തിൽ അവർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടും ഇപ്പോൾ ഇവർ കരയുന്നത് കണ്ടു. അപ്പം ഇനി അതിൻ്റെ അകത്ത് എത്ര ദിവസം നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പം കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. നല്ല വോട്ടും ആക്ച്വലി അവർക്ക് കിട്ടും. കാരണം അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. എനിക്കും ഇഷ്ടമാണ് അവരെ. പക്ഷെ അവരിങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന ദിവസം എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും, ആരൊക്കെ എന്തൊക്കെയാ പറയാൻ വേണ്ടി പോകുന്നത്, ചിലപ്പോൾ കുത്തുവാക്കായിരിക്കാം, ചിലപ്പോൾ ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കാം കേൾക്കേണ്ടി വരിക. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇമോഷണലി ബ്രേക്ക് ആവാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കപ്പ് ഞാൻ പറഞ്ഞല്ലോ, കപ്പൊക്കെ വേറെ വിഷയം. ഇങ്ങനെ കരയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവനവനെ തന്നെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒരു വലിയ വിഷയമായിട്ട് വരുമെന്നാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ഒരു നേച്ചറാണ്. ബട്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് സർവൈവ് ചെയ്യണം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണല്ലോ ഇത്തരത്തിലുള്ളൊരു ഷോവിൻ്റെ ഒരു ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പറയരുത് എന്നൊന്നും നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ നിവൃത്തിയില്ല. അവരിവരും പറയുന്നതൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് നമുക്ക് ആരെയും വായടപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മുടെ കടമ എന്ന് പറയുന്നത് അവരെ ഫേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത്. ഇപ്പം ലേറ്റസ്റ്റ് കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഗിസയിൽ ഇവരുടെ ഹൈറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞ സംഗതി, ഗിസയിൽ ഇൻറ്റൻഷനലി ബോഡി ഷെയിം ചെയ്തതാണോ, അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ആയതാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്താണ് ഇപ്പോൾ ഗിസൈലിൻ്റെ ഹൈറ്റ് അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് കീറുമെന്നുള്ള രീതിയിലാണോ അവർ പറയാൻ ഉദ്ദേശിച്ചതൊന്നും എനിക്കറിയില്ല. ബട്ട് അവർ പറഞ്ഞ സംഗതി, പറഞ്ഞ ടോൺ എന്ന് പറയുന്നത് കുറച്ച് റൂഡായിട്ടാണ്, അല്ലെങ്കിൽ അവർ ചൂടായിട്ടാണ് അവർ ഈ ഒരു സംഗതി പറഞ്ഞത്, ഹൈറ്റിൻ്റെ സംഗതി. ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഒബ്വിയസ്ലി ബോഡി ഷേമിംഗ് ആയിട്ട് തന്നെ തോന്നുള്ളൂ. അത് അനുമോളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ഗിസയിൽ അത് പറയാൻ ഉദ്ദേശിച്ച കാര്യം കുറച്ച് പ്ലസന്റ് ആയിട്ട് കൂളായിട്ടാണ് പറഞ്ഞിരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബോഡി ഷേമിംഗ് ആയിട്ട് തോന്നുന്നതിന് പകരം കുറച്ച് ക്ലിയർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കും പറ്റിയതിനെ നമുക്കും പറ്റിയതിനെ. ബട്ട് അവർ കുറച്ച് ചൂടായിട്ട് പറഞ്ഞതായത് കൊണ്ട് തന്നെ പക്ക ബോഡി ഷേമിംഗ് പോലെ അല്ലെങ്കിൽ അവരുടെ ഹൈറ്റിനെ എന്താ പറയുക കുറച്ച് കണ്ട പോലെ ആക്ച്വലി തോന്നിപ്പോവും. അത് ഇറ്റ്സ് ബിക്കോസ് അവരുടെ ആ ഒരു ടോണാണ്. അത് ബോഡി ഷേമിംഗ് ഇന്റൻഷനലി ആണെങ്കിലും ഉള്ള കാര്യം ഞാൻ പറയുന്നത് അവർ പറഞ്ഞ രീതി എന്ന് പറയുന്നത് ഒരുമാതിരി ഹിറ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ക ബോഡി ഷേമിംഗ് പോലെ ആക്ച്വലി തോന്നിപ്പോവും. അപ്പോൾ അനുമോൾക്ക് അത് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് അപ്പം തന്നെ അത് കരഞ്ഞിട്ട് അവർ പോവുകയാണ് ആക്ച്വലി ചെയ്തത്. അവർ പിന്നെ പറയുന്നുമുണ്ട് അവർക്ക് അങ്ങനെ ഒരു ട്രോമയും ഉണ്ട് എന്ന്. അവരൊരുപാട് ഈ ഹൈറ്റിൻ്റെ പേരിലൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണെന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അവരെ തെറ്റ് പറയാൻ പറ്റില്ല, ബിക്കോസ് കേട്ടിട്ടുണ്ടാവാം. അവർ മാത്രമല്ല ഈ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ അത്തരത്തിലുള്ള പലതരത്തിലുള്ള ബോഡി ഷേമിങ് നേരിടുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഹേർട്ടായി. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലത്തെ ആൾക്കാർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനോട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പം നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ പേടിച്ച് നമ്മൾ ഒളിഞ്ഞിരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് പറയും അല്ലെങ്കിൽ ഇതിനൊക്കെ കേട്ടിട്ട് നമ്മൾ സങ്കടപ്പെടാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നേരം കാണുള്ളൂ. അവൻ്റെ ഹാപ്പിനെസ് ആക്ച്വലി പോകും. പിന്നെ നമുക്ക് വെറുതെ വേണമെങ്കിൽ എക്സ്ക്യൂസ് പറയാം, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ എഴുതി നമുക്ക് സൈഡിലേക്ക് മാറിയിരിക്കാം. പക്ഷെ നമ്മൾ ശരിക്കും ബോൾഡ് ആവേണ്ടതുണ്ട്. അത് നമ്മുടെ ആവശ്യകതയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര എളുപ്പമായിട്ടാണോ നീ കൺസിഡർ ചെയ്യണം. ഒരിക്കലും എളുപ്പമായിട്ടല്ല. ബട്ട് നമ്മുടെ ആവശ്യകതയാണ് ഇതിനെയൊക്കെ ഡീൽ ചെയ്യുക എന്നുള്ളത്. ആ ഹൗസിൻ്റെ അകത്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഡീൽ ചെയ്യണം. നമ്മൾ ബോൾഡ് ആവേണ്ട ഒരു ആവശ്യം ആക്ച്വലി ഉണ്ട്. തിരിച്ച് പറയണം ആക്ച്വലി. ഇപ്പോൾ ആ ഹൗസിൻ്റെ അകത്താണെങ്കിൽ ഇപ്പോൾ അനുമോളുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും കരയരുത്. അനുമോളുടെ ഭാഗത്തല്ല തെറ്റ്. അവരാണ് ഇങ്ങനെ ഒരു രീതിയിൽ വർത്തമാനം പറഞ്ഞത്. അപ്പം അവരാണ് റിഗ്രറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ വിഷമിച്ചാൽ മതി. അത് ഇവിടെ അനുമോളാക്കി മനസ്സിലാക്കണം. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യാണ് ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അനുമോളെ ക്രിട്ടിസൈസ് ചെയ്യല്ല, ബട്ട് അവിടെ നിൽക്കണ്ടേ, ബോൾഡായിട്ട് ആക്ച്വലി നിൽക്കേണ്ട ആവശ്യകത ആക്ച്വലി ഉണ്ട്. ഇനി ഈ ഗിസൈലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഗിസൈൽ 1-2 തവണയുണ്ട് കേട്ടോ ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറയണ്ട അവർ റൂള് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള സംഭവം. നല്ലൊരു പ്രവണതയല്ല അത്. കാരണം 1 തവണ 2 തവണയൊക്കെ ഈ റൂൾ ബ്രേക്കിൻ്റെ കാര്യം ബിഗ് ബോസ് പറയുന്നത് തെറ്റില്ല. പക്ഷെ അതിൽ കൂടുതൽ ഇങ്ങനെ റൂൾ ബ്രേക്കിൻ്റെ കാര്യം ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ അങ്ങനെ പറയിപ്പിക്കുക എന്ന് പറയുന്നത് മോശമാണ് ഗിസൈലിൻ്റെ കേസിൽ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഗിസൈൽ ഇങ്ങനെ റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അബൌട്ട് വസ്ത്രം തിങ് ആൻഡ് ഓൾ. ഇതൊക്കെ ഒരു ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഈ എപ്പിസോഡിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻസിൽ. വസ്ത്രം വല്ലതും കൊടുക്കൂ ബിഗ് ബോസ്, അവർ വസ്ത്രം ഇടട്ടെ, എന്തിനാണ് അതൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. എനിക്ക് പറയാനുള്ളത് ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആണ്. അതിൻ്റെ അകത്ത് അതിൻ്റേതായിട്ടുള്ള ചില റൂളുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് ആ റൂളുകളെ ഒക്കെ അനുസരിച്ചിട്ട് സർവൈവ് ചെയ്തു പോകുന്നവനാണ് വിജയി എന്ന് പറയുന്നത്. അപ്പോൾ ആ റൂള് പാലിക്കണം. അല്ലാണ്ട് അതിൻ്റെ അകത്ത് അവർക്ക് തുണിയാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ മേക്കപ്പ് ആവാം എന്ന് പറയുന്നത് അങ്ങനെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ വണ്ടറിലേക്ക് ട്രിപ്പ് പോയതൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ടൂർ പോയതൊന്നുമല്ലല്ലോ. ഒരു സർവൈവൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഇതെല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ബിഗ് ബോസ് ഒരിക്കലും നിങ്ങളുടെ തുണിയില്ലാതിരിക്കുക എന്നല്ല പറയുന്നത്. അവിടെ കുറച്ച് കൺട്രോൾ ഉണ്ട്, കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. കുറച്ച് നാളത്തേക്കുള്ള കാര്യം പറയുന്നത്, എന്നേക്കുമായിട്ടല്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ തുണിയും പറയൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാലിക്കുക എന്ന് പറയുന്ന കാര്യം അത് ഇവർ പാലിക്കണം. അപ്പോൾ അത് ഒരു സർവൈവലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവരുടെ കേസിൽ ഇവർ 1-2 തവണയായി ഇതിങ്ങനെ തെറ്റിച്ചോണ്ടേ ഇരിക്കുന്നു. ലാലേട്ടൻ വന്ന് പറയുന്നു, ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗിസൈലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഗിസൈലിന് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം, ഗിസൈലിന് മേക്കപ്പ് ഇട്ട് നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതൊന്നും ഞാൻ തെറ്റായിട്ടല്ല കേട്ടോ പറയുന്നത്. ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണത്. അതിലൊന്നും നമ്മൾ തെറ്റ് പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് ഗിസൈലിനെ ഇഷ്ടമാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അവർ. ഞാൻ എപ്പോഴും പറയുന്നു നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ ഈ ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അവനൊരു വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ, ഈ പറയുന്ന മേക്കപ്പ് ആയിക്കോട്ടെ, ഡ്രസ്സിങ് ആയിക്കോട്ടെ, അത് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു കടമ ആക്ച്വലി ഉണ്ട് ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ആ റൂളിനനുസരിച്ചിട്ട് വേണം ആക്ച്വലി പോകാൻ.
അത് വേണം. അത് ഗിസയിൽ 1, 2 തവണയും മിസ്റ്റേക്ക് വരുന്നു. അത് തിരുത്തും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ആക്ച്വലി ഗിസയിലിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയുള്ള റൂൾ ബ്രേക്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് മെല്ലെ മെല്ലെ ഇവരെന്താ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതെന്ന് തോട്ട് വരും. ഉള്ള ഇഷ്ടം ആളുകൾക്ക് കുറയാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഒരു മിനിറ്റ്. ചാർജ് ഇപ്പോൾ ഓഫാവും. ഫോൺ ഓഫാവും ഇപ്പോൾ. 1% ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്തത് അക്ബറിന്റെ തെറിവിളി. അക്ബർ ഓനിയലിനെ മൈരാന്ന് വിളിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തെറിയൊക്കെ വിളിക്കലുണ്ട്. വിളിക്കുന്നത് നല്ലതെന്നല്ല പറയുന്നത്, പക്ഷെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ വിളിക്കും. പെരിയ വാക്കൊന്നുമായിട്ട് ഞാൻ അതിനെ കൺസിഡറും ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ഷോവിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സമയത്ത് മറ്റ് കണ്ടസ്റ്റൻസ് മറ്റ് പല ഏരിയയിൽ നിന്ന് വന്നിരിക്കുക. അപ്പോൾ അവരെ കയറിയിട്ട് ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിൽ മൈനി എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ് ആക്ച്വലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ചില രീതികളുണ്ടാവും വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ. അത് നല്ല ശീലങ്ങളായിരിക്കാം, മോശമായിട്ടുള്ള ശീലങ്ങളായിരിക്കാം. അപ്പോൾ ഈ ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത്. അപ്പോൾ തെറിവിളിയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് പോയി വിളിക്കണ പോലെ അതിൻ്റെ അകത്ത് കയറിയിട്ട് കണ്ട ആൾക്കാർ കയറിയിട്ട് തെറി വിളിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇപ്പോൾ അക്ബറിൻ്റെ കേസിൽ 2ാം തവണയായി ഇങ്ങനൊരു സംഗതി. മറ്റേ രേണു സുധീനെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള രീതിയിൽ വിളിച്ചത് വളരെ മോശമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് പിന്നെ എങ്ങനെയൊക്കെയോ പോയി. അത് ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞ് അയാൾ അധികം വലിയ ചീത്തപ്പേയൊന്നും ഉണ്ടാക്കാതെ പോകുന്നതാണ്. എനിക്കിഷ്ടമാണ് ആസ് എ കണ്ടസ്റ്റൻ്റ്. അയാൾ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. ഇപ്പം അതെ വീണ്ടും അയാൾ ഒനിയലിനെ കയറിയിട്ട് മൈരേന്നും വിളിച്ചുകൊണ്ട് തെറിയും വിളിച്ചുകൊണ്ട് അലമ്പാക്കി. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ലൈഫിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വിളിക്കുന്നൊരു സംഗതി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങനെ വിളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ സർവൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള സാധനങ്ങളെയും കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്തിയിട്ട് വേണം അതിൻ്റെ അകത്ത്. അതും ഒരു സർവൈവലിൻ്റെ ഭാഗമാണ്. നമ്മുടെ വായിൽ നിന്നും കയ്യിൽ നിന്നും പോവാതെ നോക്കുക എന്ന് പറയുന്നൊരു കാര്യം, പ്രത്യേകിച്ച് തെറി. അപ്പോൾ അയാൾക്ക് വാണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് ഇതിനെക്കുറിച്ചൊരു ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നൊരു സംസാരം ഉണ്ടാവുക എന്ന് പറയുന്നൊരു കാര്യം വേണം എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. ഇനി അടുത്തത് എന്താ പറയുക, നമ്മുടെ അനീഷ് വെറുപ്പിക്കലൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, വെറുപ്പിക്കൽ തന്നെയാണ്, അതൊന്നും യാതൊരു കുറവുമില്ല. പക്ഷെ എനിക്ക് മാത്രം തോന്നിയതാണോന്ന് അറിയില്ല, അനീഷ് ചെറുതായിട്ടൊന്ന് മാറിയിരിക്കുന്നു. എന്തോ ഒരു ചെറിയ വ്യത്യാസം കേട്ടോ, മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമേ ഞാൻ പറയുന്നുള്ളൂ, വലിയ വ്യത്യാസമല്ല, മൈന്യൂട്ടായിട്ടുള്ളത്. അനുമോട് കരഞ്ഞ സമയത്ത് ആളെ ആശ്വസിപ്പിക്കാനൊക്കെ പോകുന്നുണ്ട് പുറകെ. അപ്പോൾ കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഇയാൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇയാൾ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വകവയ്ക്കാതെ എന്താ പറയുക, ആര് കരഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ആര് തെളിവിട്ടാലും എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂഡിൽ നടക്കുന്നൊരു മനുഷ്യനാണ് അയാൾ. പക്ഷെ ഇവിടെ ഈ വിഷയത്തിൽ മൂപ്പര് പെട്ടെന്ന് വരികയും ആശ്വസിപ്പിക്കാതെ വിടുക എന്നൊക്കെ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ മൂപ്പരുടെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഉണ്ടായി. അപ്പം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അയാൾ മാറിയ. അപ്പം അയാൾ ഗെയിം മാറ്റി പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അയാളുടെ രീതികളിൽ അയാൾ വല്ല വ്യത്യസ്തമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പോവുകയാണ്. എനിക്ക് തോന്നുന്നു അയാൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും കൂടി വരികയാണെങ്കിൽ കുറേയും കൂടി നന്നായിരിക്കും. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? പ്രേക്ഷകരൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അയാളുടെ നിന്ന്. അപ്പോൾ ഈ ആഴ്ച തൊട്ട് അങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായ രീതികൾ അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, തുറന്നു പറയാം, ബിഗ് ബോസ് ഇപ്പോൾ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ, മോശമല്ല, ബോറിംഗ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്തൊരു പവർ മിസ്സിങ് ആവുന്നുണ്ട്, എന്തൊരു സാധനം മിസ്സിങ് ആയ പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഗുമ്മില്ലാത്ത പോലെ. അതിനിപ്പോൾ വരും ദിവസങ്ങളിൽ ഗുമ്മ് വരികയായിരിക്കും. ഇതുവരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വൈൽഡ് കാർഡ് കയറിയാൽ നന്നായിരിക്കും തോന്നുന്നു. വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ സം ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് പരിപാടികളൊക്കെ കണ്ടിട്ടാണല്ലോ അകത്തേക്ക് പോകുന്നത്. സോ അത്യാവശ്യം ഫയറുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ മോർ എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറേ ഗെയിമിനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ടാവും. അപ്പം ശരത്തും അക്ബറും ഒക്കെ ഒരു ഗ്രൂപ്പ് കളി തന്നെയാണ് കളിക്കുന്നത്. അത് അവരെന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് പൊട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെളിയിൽ നിന്ന് ഒരാൾ വന്നാലേ അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഇടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലേ അവരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൻ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താണ്, അക്ബർ മറ്റേ ഓനിയലായിട്ട് വിഷയം വന്ന സമയത്ത് അപ്പൻ ചരിത്ത് ഇയാളുടെ കൂടെ അങ്ങ് പിടിച്ചിട്ട് പോണ കണ്ടു. അത് നല്ല കാര്യം ആയിക്കോട്ടെ. പക്ഷെ എന്നാലും അതൊക്കെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അതിനുശേഷം ഇവരുടെ ഇടയിൽ കോൺവെർസേഷൻ ഉണ്ടായ സമയത്ത് അക്ബർ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇതാക്കിക്കോളാം എന്നുള്ളൊരു സംഭവം. അപ്പം അക്ബർ ഒറ്റയ്ക്ക് നിൽക്കാൻ റെഡിയാണ്, അക്ബറിന് വിഷയമില്ല. പക്ഷെ അപ്പാനി ചരിത്രത്തിൻ്റെ കേസിൽ അപ്പാനി ചരിത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന പോലുമില്ല. പുള്ളിക്ക് ഈ പറഞ്ഞ അക്ബറായിട്ടുള്ള സൗഹൃദം വേണം എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് അത്ര രസകരമായിട്ട് തോന്നുന്നില്ല. എനിക്ക് പൊതുവേ ഗ്രൂപ്പുകളോട് വലിയ താല്പര്യമില്ല കാണാൻ ആസ് എ പ്രേക്ഷകൻ. അപ്പോൾ ഒരു വൈൽഡ് കാർഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഈ മിഡ് വീക്ക് എവിക്ഷൻ എനിക്കറിയാമായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഡ് വീക്ക് എവിക്ഷൻ ഒന്നും നടക്കൂല, രണ്ടുപേര് പുറത്താവും എന്ന് പറയുന്നത്. ഒരു പുറത്താവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അതിൽ വല്ല ടാസ്കോ പരിപാടികളൊക്കെ ആയിരിക്കും കൊണ്ടുവരിക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് സസ്പെൻഷൻ എന്നുള്ള രീതിയിൽ ആക്ച്വലി പറയുന്നുണ്ട്. പറഞ്ഞ പോലെയൊക്കെ തന്നെ ആയിട്ടുണ്ട്, പുറത്താക്കിയില്ല, അല്ലെങ്കിൽ പുറത്താവേണ്ട സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. വേറെ എന്ത് കോപ്പാണ് എപ്പിസോഡിൻ്റെ അകത്ത് പറയാനുള്ളത്? ഞാൻ ലൈവും കണ്ടിയൊന്നും കാണാറില്ല, സമയമില്ല, വേറെ പണിയുള്ളതുകൊണ്ട്. ഇപ്പോൾ എപ്പിസോഡ് മാത്രം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ അക്ബറിൻ്റെ കേസിൽ ഞാൻ എവിടെ ഒരു ലൈവ് ക്ലിപ്പ് കണ്ട് ഇങ്ങനെ മൈരെ എന്നുള്ളൊരു സാധനം ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴും എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെന്താണ്? പിന്നൊന്നുമില്ല. ശരി എന്നാൽ.